ഇവിടെയോ സണ്ണിമേൻ ഒരുപാട് പടവെട്ടിയായിരുന്നോ? ഇങ്ങനെ ഗല്ലികളിലൂടെ നടന്നായിരുന്നോ? പടവെട്ടി, അതിന്റെ മുന്നേ ഒരു തിയേറ്റർ ചെയ്തു. ആഹാ, പിന്നെ പടവെട്ട് കഴിഞ്ഞ് അപ്പൻ ചെയ്തു. ആ ശരിയാണല്ലോ. എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു യാത്ര ഉണ്ടായിരുന്നോ? മറ്റേ പിച്ച് ഡെസ്കുമായിട്ട് അല്ല പിച്ച് ഡെക്കുമായിട്ട് പടവെട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് കൺട്രോളർ അവിടെ ഉണ്ട്. പിന്നെ അവിടുന്ന് മറ്റേ ഓർമ്മിപ്പിക്കല്ലേ എന്നുള്ളൊരു ഒച്ച കേൾക്കുന്നു. പിന്നെ ഇപ്പം അപ്പൻ എന്ന് പറഞ്ഞ പടം അത് അസോസിയേറ്റ് ചെയ്തു. ഇനി അതിപ്പോ 2022 ചെയ്തത്. 2025 ഇനിയും ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സൈജു ഭായി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡ്യൂസറിന് ഒരു സിനിമ ചെയ്യുമ്പം ഒരുപാട് എന്താ പറയുക, ഒരുപാട് ലേയേഴ്സിലൂടെ അല്ലെങ്കിൽ അതൊരു വലിയൊരു യാത്രയാണത്. ആ സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ എത്തിക്കുന്നത് വരെ, എത്തിച്ചതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഇതിൻ്റെ കച്ചവടങ്ങൾ, അതിൻ്റെ ബിസിനസ് സൈഡ്, അങ്ങനെ ഒരു വലിയൊരു ജേണിയാണ് അത്. അപ്പോൾ ഏതായാലും റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിലേക്ക് വരുമ്പോൾ ഒരു മൊത്തത്തിലൊരു ഫാന്റസി മൂവി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. സത്യത്തിൽ ഇതൊരു ഫാന്റസി മൂവിയാണോ? കാരണം ദൈവം എന്ന് പറയുമ്പോൾ തന്നെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, അതിനകത്തൊരു എന്തല്ലേ ദൈവം ഇരിക്കുന്ന എൻ്റെ മുന്നിലൊന്നും. അതൊരു കോൺസെപ്റ്റ് ആണല്ലോ നമുക്ക് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന പറയുമ്പോൾ അതിനകത്ത് എന്തായാലും അബ്സല്യൂട്ട്ലി അതിനകത്തൊരു ഫാന്റസി ഒരു എലമെന്റ് ഉണ്ടാകും.